വലിയ തിരക്കും ബഹളവും ഇന്നില്ല. സാധാരണയായി നല്ല തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ തീരെ ആളില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അയാൾ തൻ്റെ മൊബൈൽ ഫോൺ എടുത്തു. ചുമ്മാ പാട്ട് കേൾക്കാമെന്ന് കരുതി. പിന്നെ പുറത്തുള്ള കാഴ്ചയും കൂടി അയാൾ കുശാലായി. ഒരു ചാറ്റൽ മഴ കൂടി ഉണ്ടായിരുന്നു. എങ്കിൽ വേറെ ലെവലായിരിക്കും. ആഴ്ചയിൽ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി യാത്ര ചെയ്യുന്ന സ്ഥലമാണെങ്കിലും വീണ്ടും വീണ്ടും കാണുമ്പോൾ എന്തോ വല്ലാത്ത മൊഹബത്ത് തോന്നിയിട്ടുണ്ട് ഈ സ്ഥലത്തോട്. പക്ഷേ ഇന്ന് അവിചാരിതമായ ഒരു പെൺകുട്ടിയെ അങ്ങേ തലയ്ക്കൽ അയാളെയും നോക്കിയിരിക്കുന്നുണ്ട്. എന്തോ ചോദിക്കാനുള്ള മട്ടിലായിരുന്നു അവളുടെ ആ നോട്ടം. ഇനി വല്ല മന്ദബുദ്ധിയാകുമോ? അയാളിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു. അയാളുടെ സംശയങ്ങൾ പാടെ മാറ്റി ആ പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്നിട്ട് പതിയെ ചോദിച്ചു, ഇയാളെങ്ങോട്ടാ? അയാളൊരു സംശയത്തോടെ അവളെ നോക്കി. പിന്നെ പറഞ്ഞു, വീട്ടിലേക്ക്. അതെവിടെയാണ്? നിലമ്പൂർ. ഞാനും കൂടെ വന്നോട്ടെ. എങ്ങോട്ട്? നിങ്ങളുടെ വീട്ടിലേക്ക്. തനിക്ക് വട്ടുണ്ടോ? എന്താ നിന്റെ പേര്? എനിക്ക് വട്ടില്ലാട്ടോ. ഞാൻ ശാലിനി. ഷൊർണൂരാണ് വീട്. എന്നിട്ടെന്താ വീട്ടിൽ പോകാതെ എൻ്റെ കൂടെ പോരാൻ നിൽക്കുന്നത്? അതൊക്കെ ഒരു വലിയ കഥയാണ്. അതെയോ? എന്നാ താൻ കഥ പറ. കുറേ നാളായി ഒരു നല്ല കഥ കേട്ടിട്ട്. കളിയാക്കേണ്ട, ഇയാൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന നിലയ്ക്ക് അയാൾ തലയാട്ടി. ജനിച്ചതൊരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. അച്ഛൻ ഒരു തുണിക്കട നടത്തുകയായിരുന്നു. കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ആയിടയ്ക്കാണ് അമ്മ വേറെ ഒരുത്തൻ്റെ കൂടെ പോയത്. എനിക്കന്ന് 10 വയസ്സായിരുന്നു. അച്ഛനും എനിക്കും വല്ലാത്ത സങ്കടമായിരുന്നു. അച്ഛൻ പിന്നെ ജോലിക്ക് പോകുന്നത് കുറഞ്ഞു. സദാസമയവും കരച്ചിൽ തന്നെയായിരുന്നു. ഈ അമ്മയ്ക്ക് ഇതെന്തു പറ്റി എന്നെനിക്കറിയില്ലായിരുന്നു. അമ്മ ഇനി തിരിച്ചു വരില്ല എന്നാണ് എന്നോട് അച്ഛൻ പറഞ്ഞത്. അതെന്തായെന്ന് ഞാനും ചോദിച്ചില്ല. എന്തിനാ അച്ഛനെ വിഷമിപ്പിക്കുന്നത് എന്ന് കരുതി. ഞങ്ങളെ വേണ്ടാത്തതുകൊണ്ടല്ലേ അമ്മ പോയത്. അച്ഛന് പിന്നെ എന്നെ നല്ല രീതിയിൽ പഠിപ്പിക്കാനായിരുന്നു താല്പര്യം. ജീവിതത്തിൽ ആര് ചതിച്ചാലും എൻ്റെ മോൾ ഒരിക്കലും അച്ഛനെ വേദനിപ്പിക്കരുത് എന്നായിരുന്നു അച്ഛൻ്റെ വാക്കുകൾ. അച്ഛനുള്ളതൊക്കെ വിറ്റു. ഞങ്ങൾ അവിടെ നിന്ന് ഷൊർണൂരിലേക്ക് വന്നു. താമസം ഒരു ചെറിയ വാടക വീട്ടിലാക്കി. അച്ഛൻ അവിടെ തന്നെ ഒരു ചെറിയ തുണിക്കട തുടങ്ങി. കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. എന്നെ സ്കൂളിലേക്ക് അയക്കാനും കൊണ്ടുവരാനും അച്ഛൻ വന്നിരുന്നു. ഒരു സുന്ദരിയായ സ്ത്രീ എന്നും കടയിലേക്ക് വരുമായിരുന്നു. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും വാങ്ങും. അങ്ങനെ അത് സ്ഥിരമായി. പതിയെ അവർക്ക് അച്ഛനോടൊരു വല്ലാത്ത അടുപ്പം തോന്നി തുടങ്ങി. ഇനി അച്ഛനെ അവർ വശീകരിച്ച് പിടിച്ചതാണോ എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ അതും സംഭവിച്ചു. അച്ഛനവരെ വിവാഹം കഴിച്ചു. ആ സ്ത്രീ സാമ്പത്തികമായി നല്ല മെച്ചമുള്ള വീട്ടുകാരിയായിരുന്നു. ഭർത്താവ് മരിച്ചു പോയതാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്കൊരു രണ്ടാനമ്മയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു. കാലം അതിവേഗം സഞ്ചരിച്ചു. അവർക്ക് 2 കുഞ്ഞുങ്ങളും പിറന്നു. പിന്നെ പിന്നെ അവർക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു. അച്ഛൻ കൂടുതൽ സമയത്തും അവരോടൊപ്പമായി. പക്ഷേ 2 വർഷം മുമ്പ് അച്ഛനും ഈ ലോകത്തുനിന്ന് മൺമറഞ്ഞു. ആകെ ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് അച്ഛൻ മാത്രമായിരുന്നു. ഇപ്പോൾ അതും പോയി. അതിനുശേഷമാണ് ഞാൻ ആ സ്ത്രീയുടെ തനി സ്വഭാവം അറിയുന്നത്. അവർ ഒരു വൃത്തികെട്ട സ്ത്രീയായിരുന്നു. എന്നെ അവിടെ അധികപ്പറ്റായി കണ്ടു. അവർ എൻ്റെ പഠനം നിർത്തി. പിന്നെ വീട്ടുജോലികൾ ഞാൻ ചെയ്യണമെന്നായി. നീ ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, ഒരു വലിയ പെണ്ണ് തന്നെ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ സ്വയം ചെയ്യണമെന്നായി. അവർ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കും. സമയത്ത് ഭക്ഷണം വേണം, വീടെപ്പോഴും വൃത്തിയായിരിക്കണം. അതുപോലെ തൊടിയും എല്ലാം കൂടി ആയപ്പോഴേക്കും എനിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നടുവേദനയും തുടങ്ങി. ഈ ജോലികൾ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തിരുന്നെങ്കിൽ മാസം നല്ല വരുമാനം കിട്ടുമായിരുന്നു എന്ന് തോന്നി തുടങ്ങി. ഇതിപ്പോൾ വരുമാനം പോയിട്ടൊരു നല്ല സ്വപ്നം പോലും ഇല്ലായിരുന്നു. കുട്ടികളെ പോലും എനിക്ക് കൂട്ടായി തരില്ലായിരുന്നു. അവർക്കെപ്പോഴും അവരുടെ ലോകം മാത്രം. എനിക്കൊരു വേലക്കാരിയുടെ റോളും. വേലക്കാരി എന്ന് പറയാൻ പറ്റില്ല. അവർക്കാണെങ്കിൽ മാസം ശമ്പളം കിട്ടും. എനിക്കൊന്നുമില്ല. ഇതിനിടയ്ക്ക് വർഷങ്ങൾ കുറേ കടന്നുപോയി. എപ്പോഴും വഴക്ക് പറയലും തല്ലലും മാത്രമായപ്പോൾ ഞാനൊരു നാൾ അവിടെ നിന്നിറങ്ങി. എനിക്കറിയാമായിരുന്നു ഞാൻ അവിടെ നിന്ന് പോകുന്നതായിരിക്കും അവർക്ക് നല്ലത് എന്ന്. ഇറങ്ങിപ്പോകാൻ പറയുന്നതിനേക്കാൾ നല്ലത് സ്വയം പോകുന്നതല്ലേ എന്ന് എനിക്ക് തോന്നി. എൻ്റെ കയ്യിലും കാലിലും ഉള്ളതെല്ലാം വിറ്റപ്പോൾ കിട്ടിയ പണം കൊണ്ട് ഞാനും ജീവിച്ചു തുടങ്ങി. ഞാനൊരു പെണ്ണായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അവസ്ഥയും കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. ഇങ്ങനെ അധികകാലം ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നി. പിന്നെ ഒരു ജോലി എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ പലയിടത്തും അന്വേഷിച്ചു. നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. അതെനിക്കില്ലാതാനും. അങ്ങനെയാണ് ഞാൻ വീട്ടുജോലി ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അടുത്തുള്ളൊരു ഹോംവർക്ക് കൺസൾട്ടൻറ്റ് ഏജൻസിയെ സമീപിച്ചു. ജോലി ഏറ്റെടുക്കേണ്ട വീട്ടിലെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളൊരു ഫയൽ അവർ എൻ്റെ കയ്യിൽ തന്നു. ഞാനത് നോക്കി. അതിലാദ്യത്തെ ആൾ എൻ്റെ അമ്മയായിരുന്നു. അമ്മയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അമ്മയുടെ പഴയ ഫോട്ടോ ആയതുകൊണ്ട് എനിക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റി. അതിലുള്ള നമ്പറിൽ ഞാൻ വിളിച്ചു. കിട്ടിയില്ല. ആ നമ്പർ ഞാൻ സേവ് ചെയ്തു. അതിൽ വാട്സപ്പ് വഴി നോക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയാണ് കിട്ടിയത്. പിന്നെ
അതിലെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്നു. എൻ്റെ അമ്മയെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു. അതുവരെ എനിക്ക് തോന്നാത്ത ഒരാശയമായിരുന്നു അത്. ജീവിതത്തിൽ സ്വന്തമായി ആരും ഇല്ലാതായവളല്ലേ ഞാൻ. എൻ്റെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം എന്നിലെ ധൈര്യത്തെ ഉണർത്തി. അതുവരെ ഇല്ലാത്ത ഒരു മനക്കരുത്ത് എന്നിലേക്ക് ചേക്കേറി. അതെനിക്ക് വലിയ അനുഗ്രഹമായി. ഞാനൊരു വനിതാ ഷാഡോ പോലീസാണെന്ന് പറഞ്ഞ് ആ നാട്ടുകാരെ സമീപിച്ചു. ഒരു കേസിൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എന്നാലും ഞാൻ കുറേ പേരോട് അന്വേഷിച്ചു. ചിലരൊന്നും ജീവിച്ചിരിപ്പില്ല. മറ്റു ചിലർക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മകളായിരുന്നു. അതങ്ങനെയാണല്ലോ നമ്മുടെ സമൂഹം. കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി. അമ്മ എൻ്റെ അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് കുറേ മുമ്പ് ഒരാളുമായി രഹസ്യബന്ധം ഉണ്ടായിരുന്നു. ആരായിരിക്കും അയാളെന്നായിരുന്നു എൻ്റെ അടുത്ത അന്വേഷണം. അങ്ങനെ അതും കിട്ടി. അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അമ്മയുടെ അമ്മയ്ക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് മരിച്ചിരുന്നു. അങ്ങനെ ആ വീട്ടിൽ ജോലി ചെയ്യവേ ഒരിക്കൽ അമ്മ ഷോക്കടിച്ച് മരിച്ചു. പിന്നെ അമ്മ ജീവിച്ചത് ആ വീട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ അമ്മയും വളർന്നു. ആ വീട്ടിലെ മകൻ അരുണുമായി അമ്മയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു. ആ അടുപ്പം കൂടുതൽ വളർന്നു. അമ്മ ഗർഭിണിയുമായി. വൈകാതെ ആ വിവരം വീട്ടുകാരറിഞ്ഞു. സംഭവം കൂടുതൽ വഷളാകാതിരിക്കാൻ അവർ അമ്മയെ മാറ്റി പാർപ്പിച്ചു. പക്ഷെ അരുൺ വീട്ടുകാരറിയാതെ അമ്മയെ ചെന്ന് കാണുന്നത് പതിവായിരുന്നു. കൂടുതൽ വൈകാതെ എല്ലാ നാട്ടുകാരും അറിഞ്ഞു. അരുണിന് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കുറ്റത്തിന് ജയിൽ ശിക്ഷ കിട്ടി. അമ്മയെ അരുണിന്റെ വീട്ടുകാർ ഏറ്റെടുക്കണമെന്ന് കോടതി വിധി വന്നു. അങ്ങനെ അമ്മയുടെ പ്രസവം കഴിഞ്ഞു. പക്ഷെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് അമ്മയെ പറഞ്ഞു പറ്റിച്ചു. അമ്മയ്ക്ക് കുറച്ചധികം പണം നൽകി പറഞ്ഞു വിട്ടു. അമ്മ വേറെ അന്വേഷണത്തിനൊന്നും പോകില്ല എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ചിലപ്പോൾ അമ്മയ്ക്കും അത് നന്നായി എന്ന് തോന്നിയിട്ടുണ്ടാകും. ഈ അപമാനഭാരവും ചുമന്ന് നടക്കുന്നതിലും ഭേദം ഇതുതന്നെ. പക്ഷെ കുഞ്ഞിനെ അവർ അമ്മത്തൊട്ടിൽ എന്ന കേന്ദ്രത്തിലാക്കി. കാര്യങ്ങളെല്ലാം ശുഭമാക്കി. അമ്മ ഒരിക്കൽ അരുണിനെ ചെന്ന് കാണാൻ ശ്രമിച്ചിരുന്നു. അന്ന് അരുണ് പറഞ്ഞത്, എൻ്റെ ശിക്ഷ തീരാൻ ഇനിയും ഒരുപാട് കാലമുണ്ട്, നീ എന്നെ കാത്തിരിക്കണമെന്ന്. ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ വന്നാൽ നിന്റെ അടുത്തേക്ക് വരും. അന്ന് നീ എവിടെയാണെങ്കിലും ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്. അതെന്നെ ചിലപ്പോൾ മാനസികമായി തളർത്തും. എനിക്ക് നിന്റെ കൂടെ തന്നെ ജീവിക്കണം. പിന്നെ അമ്മ വേറെ ഒരു നാട്ടിൽ ചെന്ന് പെട്ടു. അവിടെ നിന്നാണ് എൻ്റെ അച്ഛനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അച്ഛനുമായി സംസാരിച്ചു. അമ്മയുടെ കഥകളൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്. എൻ്റെ ഭാര്യ മരിച്ചതാണ്. മകളെ ഞാൻ നോക്കാൻ ഒരിടത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. നിനക്കെൻ്റെ മകളെ നോക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ ഭാര്യയുടെ അതേ മുഖഛായയാണ് തനിക്കും. താൻ എൻ്റെ കൂടെ പോരുകയാണെങ്കിൽ അതെനിക്കൊരു വലിയ ആശ്വാസമാകും. നിനക്ക് പോരാമെങ്കിൽ എൻ്റെ കൂടെ പോരാം. എന്നെ വിശ്വസിക്കാം. തൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നി. എൻ്റെ മകളെ ഞാൻ ഒരിക്കലും അമ്മ മരിച്ചു എന്നറിയിച്ചിട്ടില്ല. മോൾക്ക് 2 വയസ്സുള്ളപ്പോൾ അവൾക്കൊരസുഖം വന്ന് കുഞ്ഞിനെ നോക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാടുമാക്കി. ഞാൻ അവളുമായി ഹോസ്പിറ്റലിൽ പോയി. കുറേ കാലം ഞങ്ങൾ അവിടെ ആയിരുന്നു. അവസാനം അവളും പോയി. ഞാൻ തിരിച്ചു വന്ന് മോൾ ആദ്യം ചോദിച്ചത് അമ്മയായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ ഒരു ജോലിയിലാണ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമെന്ന്. അങ്ങനെ അമ്മയെയും കൂട്ടി അച്ഛൻ വന്നു. പക്ഷെ അമ്മയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റം വന്നതായി എനിക്ക് അന്ന് തോന്നിയിരുന്നു. പക്ഷെ ഞാൻ വരുന്നതനുസരിച്ച് അതൊക്കെ മാറി. എനിക്ക് 10 വയസ്സൊക്കെ ആയപ്പോഴാണ് അമ്മ അയാളുടെ കൂടെ പോയത്. എല്ലാം എനിക്ക് വ്യക്തമായി. അന്നാണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത്. എൻ്റെ അമ്മ അവരല്ല, എൻ്റെ യഥാർത്ഥ അമ്മ എന്നോ മൺമറഞ്ഞിരിക്കുന്നു എന്ന്. പക്ഷെ എന്നാലും അവരെനിക്കൊരമ്മയുടെ സ്നേഹം തന്നിരുന്നു. എല്ലാം ഓർത്തപ്പോൾ എനിക്ക് വീണ്ടും കരച്ചിൽ വന്നു. ഞാൻ വീണ്ടും അന്വേഷിച്ചു. അങ്ങനെ ഞാൻ അവരെ കണ്ടെത്തി. അരുണിനെയും അമ്മയെയും കണ്ടപാടെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചൊരുപാട് കരഞ്ഞു. ഞാനും കരഞ്ഞു. ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. എല്ലാം കേട്ടുനിന്ന അവർ പറഞ്ഞു, എല്ലാം ശരിയാണ്. മോളെ, നീ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഞങ്ങളുടെ മകൻ ഈ കഥയൊക്കെ അറിയണം. അതിന് മോള് ഞങ്ങളെ സഹായിക്കണം. അവൻ വരാറുള്ള ട്രെയിൻ ഞാൻ പറയാം. മോൾ അതിൽ കയറി അവനെ കണ്ടാൽ മതി. അവൻ ഏറ്റവും മുന്നിലാവും ഇരിക്കുക. ആദ്യത്തെ ബോഗിയിൽ മോൾ അവിടെ നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ അവരോട് യാത്ര പറഞ്ഞു പോന്നു. അമ്മേൻ്റെ അച്ഛനോട് ആദ്യമേ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിരുന്നു. അരുൺ എന്തെങ്കിലും എന്നെ വന്ന് വിളിച്ചാൽ എനിക്ക് പോകേണ്ടി വരും. അതുവരെ ഞാൻ നിങ്ങളുടെ മകളുടെ അമ്മയായി ജീവിക്കാം. അതെനിക്കും ഒരാശ്വാസമാകുമെന്ന്. കലങ്ങിയ മുഖത്തോടെ അവൾ അയാളെ നോക്കി. അയാൾ ആശ്ചര്യത്തോടെ അവളെ നോക്കി. അയാൾ അവളോട് പറഞ്ഞു, താൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അയാൾ പറഞ്ഞു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓർഫണേജിലായിരുന്നു. അവിടെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷെ അവിടുത്തെ വാർഡൻ എന്നോട് പറഞ്ഞു, നീ ഇവരെ പോലെയല്ല, നിനക്ക് അച്ഛനും അമ്മയും ഒക്കെയുണ്ട്. പക്ഷെ അവർ വിദേശത്താണ്. കുറച്ചുനാൾ കഴിഞ്ഞാൽ അവർ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കൊഴിഞ്ഞുപോയി. ഒരിക്കൽ അവർ മകനെ കാണാൻ തിരിച്ചു വന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇത്രയും നാൾ
അവരെവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം ഒരു നിധി കിട്ടിയതുപോലെയായിരുന്നു എനിക്കൊരമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അനുഭവിക്കാൻ കിട്ടിയ അവസരം അതെനിക്ക് വല്ലാത്ത ഇഷ്ടമായി. അവരെൻ്റെ മാതാപിതാക്കളാണെന്ന് ഉറപ്പിക്കാൻ DNA ടെസ്റ്റ് വരെ ചെയ്തു. എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. എല്ലാം എനിക്ക് ഉറപ്പിക്കാനായിരുന്നു. അതിലൊരു സംശയവും വരാതിരിക്കാൻ. എല്ലാം ഞാനും മനസ്സിലാക്കി. വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഇപ്പോൾ ഒരു നല്ല ജോലിയും കിട്ടി. കൂടെ മാതാപിതാക്കളെയും. എല്ലാം എൻ്റെ നല്ല കാലം തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലേ? ഇപ്പോൾ താൻ പറഞ്ഞ ഈ കഥകളൊക്കെ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി. താനെന്തിനാ എൻ്റെ കൂടെ പോരുന്നത് എന്ന്. അയാൾ അവളുടെ കൈകൾ പിടിച്ചു. അവൾ മെല്ലെ അയാളോട് പറഞ്ഞു, ഒരു കഥയിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം. ഇതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ അവസാനിച്ചില്ലേടോ. ട്രെയിൻ നിലമ്പൂർ സ്റ്റേഷനിലെത്തി. അവളും അയാളോടൊപ്പം ഇറങ്ങി. അവരവരെ വരവേൽക്കാൻ രണ്ടുപേരും കൂടി അവിടെ ഉണ്ടായിരുന്നു. അതെ, അവർ തന്നെ, അച്ഛനും അമ്മയും. അവരെ രണ്ടുപേരെയും കണ്ട സന്തോഷത്തിൽ അവർ പറഞ്ഞു, കൂടുതൽ കഥകൾ നിങ്ങളും ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണം നമുക്ക് നടത്താം, അല്ലേ? അവർ എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു. അവരുടെ സന്തോഷ നിമിഷത്തിന് മൂകസാക്ഷിയായി നീലാകാശത്തിലെ ആ 2 നക്ഷത്രദീപങ്ങളും